ഇന്ന് നമുക്ക് കർണാടക സ്റ്റൈൽ അച്ചപ്പത്തിൻ്റെ റെസിപ്പി കണ്ടു നോക്കാവേ. അച്ചപ്പം കഴിക്കണം എന്ന് തോന്നുമ്പോൾ തന്നെ മാവ് തയ്യാറാക്കി ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കാൻ പറ്റും നല്ല അടിപൊളി ഒരു അച്ചപ്പത്തിൻ്റെ റെസിപ്പിയാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അതുപോലെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിലേക്ക് ഞാൻ ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം ക്വാണ്ടിറ്റി അധികം വേണമെങ്കിൽ മുട്ട നമുക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു മുട്ടയുടെ ക്വാണ്ടിറ്റിയുടെ അളവാണ് കാണിക്കുന്നത്. ഈ മുട്ടയിലേക്ക് നമുക്കിനി മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം കുറവ് വേണമെന്നുണ്ടെങ്കിൽ 3 എന്നുള്ളത് 2 സ്പൂണ് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. വെനില എസൻസ് ചേർത്ത് അച്ചപ്പം തയ്യാറാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി ഒരു ഹാൻഡ് വിസ്ക് കൊണ്ട് ഈ മുട്ടയും പഞ്ചസാരയും വെനില എസൻസും കൂടെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് ആ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മുട്ടയിലേക്ക് അലിഞ്ഞ് ചേരണം. മുട്ടയും പഞ്ചസാരയെല്ലാം നന്നായിട്ട് ഇതുപോലെ മിക്സായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ കുറച്ച് പാല് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് പശുവിൻ്റെ പാലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. തേങ്ങാപ്പാലല്ല. നമുക്ക് സമയം ഉണ്ടെങ്കിൽ നമുക്ക് തേങ്ങാപ്പാലെടുത്ത് തയ്യാറാക്കാം. സമയമില്ലെങ്കിൽ നമുക്ക് പശുവും പാലിൽ തയ്യാറാക്കാം. അപ്പോൾ 1 കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തു. ഇനി 1 കപ്പ് മൈദാപ്പൊടി എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 1/2 കപ്പ് അരിപ്പൊടി. 1 കപ്പ് മൈദാപ്പൊടിയും 1/2 കപ്പ് അരിപ്പൊടിയുമാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് അരിച്ച് നമുക്ക് ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഹാൻഡ് വിസ്ക് ഉണ്ടെങ്കിൽ ഇതുപോലെ ഹാൻഡ് വിസ്ക് കൊണ്ട് നമ്മൾ ഒരേ ഡയറക്ഷനിൽ മിക്സ് ചെയ്യുവാണെങ്കിൽ പൊടികളൊന്നും കട്ട കെട്ടാതെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. ഇനി നമ്മൾ കുറേശ്ശെ പാലൊഴിച്ച് നമ്മൾ അച്ചപ്പത്തിൻ്റെ കൺസിസ്റ്റൻസി ആക്കി എടുക്കണം. അപ്പോൾ ഒത്തിരി പാലൊഴിക്കരുത്. ചില പൊടികൾ നമ്മളിപ്പോൾ മൈദപ്പൊടിയും അരിപ്പൊടിയുമാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ചില പൊടിക്ക് അധികം വെള്ളത്തിൻ്റെ അംശം വേണ്ടി വരികയില്ല. അപ്പോൾ നമ്മൾ നോക്കി കുറേശ്ശെ പാലൊഴിച്ച് വേണം മാവ് മിക്സ് ചെയ്തെടുക്കാൻ. ഇതിപ്പോൾ കണ്ടോ, ഇത് കുറച്ച് കുറുകിയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരു കുറച്ച് പാലും കൂടെ വേണം. അപ്പോൾ നമുക്ക് കുറച്ച് പാലും കൂടെ ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ കുറേശ്ശെ ഒഴിച്ച് വേണം നമ്മളിത് മിക്സ് ചെയ്യാനായിട്ട്. വെള്ളം കൂടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളതിലേക്ക് എക്സ്ട്രാ പൊടി ചേർക്കേണ്ടി വരും. പിന്നെ മുട്ടയുടെ ആ അളവും നമുക്കത് ശരിക്കും ബാലൻസ് ആകില്ല. അത് കാരണം നമ്മൾ കുറേശ്ശെ പാലൊഴിച്ച് വേണം മിക്സ് ചെയ്യാനായിട്ട്. അപ്പം ഇത് കുറേശ്ശെ ഒഴിച്ച് ഞാനിപ്പോൾ 1 കപ്പ് പാലെടുത്ത് വെച്ചിരുന്നല്ലോ, അത് മൊത്തത്തോടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. അപ്പം കുറച്ചുകൂടി ഒന്ന് തിക്കാ. അപ്പോൾ നമ്മുടെ അച്ചപ്പത്തിൻ്റെ മാവ് കുറച്ചുകൂടി ഒരു ലൂസായിട്ട് വേണം. അപ്പം ഞാനിതിലേക്ക് പാൽ 1 കപ്പ് എടുത്ത് വെച്ചിരുന്നത് തീർന്നു. ഇതിലേക്ക് ഞാൻ ഒരു 2-3 തുള്ളി വെള്ളം ചേർത്തിട്ട് അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഇപ്പം നമ്മുടെ അച്ചപ്പത്തിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എള്ള് ചേർത്ത് കൊടുക്കണം. അതോടൊപ്പം തന്നെ ഒരു ടിപ്പ് കൂടെ പറഞ്ഞു തരുന്നുണ്ട്. ഈ മാവ് നമ്മൾ മിക്സ് ചെയ്തതിലേക്ക് ഞാനിപ്പോൾ 1 സ്പൂണോളം കറുത്ത എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ 1 സ്പൂണ് നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പം 1 സ്പൂണ് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ അച്ചപ്പത്തിൻ്റെ മാവിൽ നമ്മൾ നെയ്യോ വെളിച്ചെണ്ണയോ ചേർത്ത് കൊടുത്തിട്ട് അച്ചപ്പം തയ്യാറാക്കുവാണെങ്കിൽ നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ അച്ചപ്പത്തിൻ്റെ അച്ചയിൽ മാവ് ഒട്ടാതെ പെട്ടെന്ന് നമ്മൾ എണ്ണയിലേക്ക് ഇങ്ങനെ വിട്ട് കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് അത് അച്ചിൽ നിന്ന് വിട്ടു വരാനായിട്ട് സഹായിക്കും. നെയ്യ് ചേർത്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നെയ്യ്ക്ക് പകരം വെളിച്ചെണ്ണ ചേർത്താലും മതി. ഇനി വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കുക്കിങ്ങിന് ഏത് എണ്ണയാണോ ഉപയോഗിക്കുന്നത് ആ എണ്ണ ചേർത്ത് കൊടുത്താലും മതി. എണ്ണയും പിന്നെ എള്ളും ചേർത്തിട്ട് ഇതുപോലെ 1 സ്പൂണ് കൊണ്ട് മാവ് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് റെഡിയാക്കണം. അപ്പം നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി എണ്ണ ചൂടാകാൻ വെച്ച് എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പം അച്ച് എണ്ണയിലേക്ക് മുക്കി കുറച്ച് നേരം വെച്ച് നമ്മുടെ അച്ച് നന്നായിട്ട് ചൂടാകണം. ചൂടായി കഴിയുമ്പം ഇതുപോലെ എടുത്ത് മാവിൽ മുക്കി ഒരു 3/4 ഭാഗത്തോളം മാവിൽ മുക്കി എടുത്ത് എണ്ണയിലേക്ക് ഇതുപോലെ വെച്ചിട്ട് പതുക്കെ ഒന്നിങ്ങനെ ഷേക്ക് ചെയ്താൽ മതി. അച്ചപ്പം എന്ത് നല്ലതായിട്ട് ഇതുപോലെ വിട്ട് വന്നിരിക്കുന്നതുണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ, നെയ്യോ എണ്ണയോ ചേർത്ത് കഴിഞ്ഞാൽ ഒട്ടും തന്നെ അച്ചയിൽ പിടിക്കാതെ നമുക്കിതുപോലെ അച്ചപ്പം തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഒരു സൈഡ് നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ ഇത് മറിച്ചിട്ട് 2 സൈഡും നന്നായിട്ട് വെന്ത് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി കഴിയുമ്പോൾ ഈ അച്ചപ്പം നമുക്ക് എണ്ണയിൽ നിന്ന് എടുക്കാവുന്നതാണ്. ഇതുപോലെ പെട്ടെന്ന് ബാക്കിയുള്ള മാവ് കൊണ്ട് നമുക്ക് അച്ചപ്പം തയ്യാറാക്കിയെടുക്കാം. ഈസിയാണ്. അച്ചപ്പം കഴിക്കണം എന്ന് തോന്നുമ്പോൾ തന്നെ ഇതുപോലെ നമുക്ക് മാവ് തയ്യാറാക്കി അച്ചപ്പം ചുട്ടെടുക്കാവുന്നതാണ്. അപ്പം ഇത് കണ്ടോ, നല്ല സൂപ്പർ നല്ല ക്രിസ്പി ആയിട്ടുള്ള കർണാടക സ്റ്റൈൽ അച്ചപ്പം. ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്ത് അറിയിക്കണേ.